നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 80ഓളം രാജ്യങ്ങൾ മെയ് 1 തൊഴിലാളി ദിനം ആയി ആചരിക്കുന്നു. മെയ് 1 തൊഴിലാളി ദിനം ആയി ആചരിക്കുന്നതിൻ്റെ പിന്നിൽ കരളലിയിക്കുന്ന ചോരയുടെ മണമുള്ള ഒരു ചരിത്രമുണ്ട്. നോക്കാം, എന്താണ് ഹേമാർക്കറ്റ് കൂട്ടക്കൊല. വെൽക്കം ടു ഡ്രീംസ് യെസ് യൂട്യൂബ് ചാനൽ. വ്യവസായ വിപ്ലവത്തോടുകൂടി വളർന്നു വന്ന മുതലാളി വർഗം 18-19 നൂറ്റാണ്ടിൽ 15 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ തുച്ഛമായ വേതനം നൽകി തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി അമേരിക്കയിലും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും വളർന്നു വന്ന തൊഴിലാളി പ്രസ്ഥാനം ഈ അനീതിക്കെതിരെ പോരാടാൻ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ചിക്കാഗോ ഒരു പ്രമുഖ നിർമ്മാണ കേന്ദ്രം ആയി മാറിയിരുന്നു. വളരെ മോശം തൊഴിൽ സാഹചര്യവും തുച്ഛമായ വേതനവും തൊഴിലാളികളും ഫാക്ടറി ഉടമകളും തമ്മിൽ സംഘർഷത്തിന് കാരണമായി. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നാവശ്യപ്പെട്ട് 1886 മെയ് 1 3 ലക്ഷത്തിലധികം തൊഴിലാളികൾ പണിമുടക്കി സമരം ആരംഭിച്ചു. 1886 മെയ് 1 ആരംഭിച്ച സമരം ചരിത്രത്തിൽ ചോരയുടെ കറ വീഴ്ത്തുകയായിരുന്നു. മക്കൂർമാൻ ഫാക്ടറിയിൽ നടന്ന സമരത്തിൽ 2 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. തുടർന്ന് പിറ്റേ ദിവസം ഹേമാർക്കറ്റ് സ്ക്വയറിൽ റാലി സംഘടിപ്പിച്ചു. സമാധാനപരമായി ആയിരുന്നു റാലി നടന്നിരുന്നത്. അഗസ്റ്റ് പായ്സ്, ആൽബർട്ട് പാർസൺ, സാമുവൽ ഫെയ്ഡൻ എന്നിവർ പ്രസംഗിച്ചു. സാമുവൽ ഫെയ്ഡൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിനിടയിൽ അജ്ഞാതനായ ഒരു വ്യക്തി ഡൈനാമിറ്റിക് ബോംബ് പോലീസുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞു. മത്യാസ് ലഗൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. 6ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസുകാർ തൊഴിലാളികൾക്ക് നേരെ വെടിവെപ്പ് ആരംഭിച്ചു. നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. 100-ലേറെ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തുടർന്ന് അഗസ്റ്റ് പായ്സ്, ആൽബർട്ട് പാർസൺ, സാമുവൽ ഫെയ്ഡൻ, ജോർജ് എഗൻ, ലൂയി ലിങ്, മൈക്കിൾ ഷാപ്പ്, ഓസ്കാർ നിബ് എന്നീ പ്രമുഖ തൊഴിലാളി നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഓസ്കാർ നിബിന് 15 വർഷം തടവും ബാക്കി 7 പേരെ തൂക്കിലേറ്റാനും വിധിച്ചു. പിന്നീട് മൈക്കിൾ ഷാപ്പ്, സാമുവൽ ഫെയ്ഡൻ ഇവർക്ക് ജീവപര്യന്തം തടവായി മാറ്റി. ബാക്കി 4 പേരെ 1887 നവംബർ 11 തൂക്കിലേറ്റി. 1886 മെയ് മാസത്തിൽ നടന്ന സമരവും ബോംബാക്രമണവും വെടിവെപ്പും തുടർന്ന് നടന്ന കോടതി വിചാരണയുമാണ് ഹേമാർക്കറ്റ് കൂട്ടക്കൊല. 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൻ്റെ വാർഷിക യോഗത്തിൽ ഹേമാർക്കറ്റ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ സ്മരണാർത്ഥവും 8 മണിക്കൂർ തൊഴിൽ എന്നാവശ്യപ്പെട്ട് സമരം നടത്തിയതിൻ്റെ സ്മരണ പുതുക്കൽ ദിനവുമായി മെയ് 1 തൊഴിലാളി ദിനം ആയി പ്രഖ്യാപിച്ചു. അമേരിക്കയിലും കാനഡയിലും സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് തൊഴിലാളി ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ 1923 ചെന്നൈയിൽ വെച്ചാണ് തൊഴിലാളി ദിനം ആദ്യമായി ആചരിച്ചത്. സമൂഹത്തിൻ്റെ അടിത്തറ തൊഴിലാളികളുടെ അധ്വാനശേഷിയിൽ ആണ് എന്ന് കാറൽ മാർക്സ് സിദ്ധാന്തിക്കുന്നു. സ്മരണ പുതുക്കൽ മാത്രമല്ല, ആധുനിക കാലത്തെ തൊഴിൽ സാഹചര്യങ്ങൾ വിലയിരുത്തലും പുതിയ പോരാട്ടത്തിന് കരുത്ത് പകരൽ കൂടിയാണ് ഓരോ തൊഴിലാളി ദിനവും ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.